ആ ഒരു പഴയ കാലത്തിൻ്റെ വിശപ്പും നൊമ്പരമൊക്കെ പുതിയ തലമുറയോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പറയാൻ തോന്നുന്ന കാര്യം എന്താണ്? അല്ല, പറയാനുള്ളതെന്ന് വെച്ചാൽ വിശപ്പ് എന്ന് പറയുമ്പോൾ പുതിയ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാധാരണ നിലയ്ക്ക് അവരിപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് കഴിച്ചില്ല, അതുകൊണ്ട് വിശക്കണമെന്നേ അവർക്കറിയുള്ളൂ. വിശപ്പ് എന്ന് പറഞ്ഞാൽ അതല്ല എന്നാണ് ഞാൻ പറയുക. അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റു നോക്കുമ്പോൾ രാവിലെ ഒന്നുമില്ല, അമ്മ ഒന്നും തരാൻ, അമ്മയുടെ അടുത്തൊന്നും തരാനില്ല. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് എന്തെങ്കിലും കിട്ടിക്കൂട്ടായില്ല വിചാരിക്കുക. അപ്പോൾ ഉച്ചവരെ, അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഒന്നുമില്ല. അപ്പോൾ ഒരിത്തിരി വെള്ളം ചൂടാക്കിയിട്ട് ഒത്തിരി ചായപ്പൊടി എന്തെങ്കിലും ബാക്കി പാത്രത്തിൻ്റെ അടിയിലുണ്ടെങ്കിൽ അത് ഇട്ടിട്ടൊരു കട്ടൻ ചായ കുടിച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും കൊണ്ടുവന്നൂടാ ഇല്ല ആരെങ്കിലും എന്ന് പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരവും ഒന്നുമില്ലാതെ വീണ്ടും ഇതേമാതിരി ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ച് കിടക്കുക. രാവിലെ ഇപ്പം എന്താവും എന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ ഉണ്ടാവണം ആ അനുഭവമാണ് വിശപ്പ്. നിർഭാഗ്യവശാൽ കുട്ടികൾക്ക് ഇപ്പോൾ അതറിയില്ല. കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ വിശപ്പ് എന്നുള്ളതൊരു ശാരീരിക പ്രക്രിയ മാത്രമല്ല, നമ്മുടെ സമൂഹം അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. അത് തിരിച്ചറിയുകയും ഭക്ഷണം ഒരിക്കലും ഇതുപോലെ വേസ്റ്റാക്കി കളയൊന്നും ചെയ്യാതെ സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കാനും ശ്രദ്ധിക്കണം.